ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ തേർഡ് അപ്പൊ നമ്മുടെ ഡൽഹിയിലെ തേർഡ് പാർട്ട് എല്ലാം കഴിഞ്ഞു. ഇതിപ്പോ നമ്മള് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹി പോയപ്പോ എന്തൊക്കെ മേടിച്ചു, എത്രയായി, എന്തൊക്കെ മേടിച്ചു എന്നുള്ളതിന്റെ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി, അല്ല എന്തൊക്കെ മേടിച്ചെന്ന് കാണിക്കാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ അവന് വയ്യ, അപ്പൊ അവൻ കിടക്കാൻ പോവാണ്. ഒരിക്കലില്ലാത്തൊരു വിളിയാല് പേടിയായിട്ട് ചിന്നമ്മ കുറച്ചായില്ല തുടങ്ങിയിട്ട്. പിന്നെ ഇവിടുത്തെ തണുപ്പൊക്കെ മാറി തുടങ്ങി. ചെറിയ തണുപ്പുള്ളൂ, വലിയ തണുപ്പില്ല. എന്നാലും ഞങ്ങൾ പൊതിച്ചുകൂടി ഇരിക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതോ അതല്ല ഇതോ മറ്റെടുക്ക് പോട്ട് പ്രസ് അടിക്കുക. പ്രശ്നമില്ല, പ്രസ് അടിക്കുമ്പോൾ അത് കൂടും, ഏറ്റവും വേണ്ടി കൂടും. അങ്ങനെ കേട്ടോ, അത് മൈനസ്. പഠിച്ചു വരുന്നുള്ളൂ. ഇത്ര വിളിച്ചിട്ടുണ്ടായിട്ടാ ഞാൻ ഇതിൻ്റെ ഇത്ര നാൾ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവൻ കിടക്കാൻ പോയി. ചായ വെച്ച് ഗ്ലാസ് വെച്ച് ഫസ്റ്റ് ഞങ്ങൾ മേടിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് അത്യാവശ്യം മെയിനായിട്ട് വേണ്ട സാധനമാണ് നമ്മൾ ആദ്യം മേടിച്ചത്. എന്താണ്? സ്റ്റിക്ക് മേടിച്ച് ഞങ്ങള്. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് നമ്മൾ മറ്റപ്പന്നല്ല, ഇവന്ത്രിച്ചിക്ക് നവതുകൊണ്ട് പെട്ടെന്ന് വരും. നവില്ലാത്തതുകൊണ്ട് എനിക്ക് താഴത്തെ എടുക്കാൻ ഭയങ്കര പാടാ. ഇങ്ങനെയാണ് നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വരും. കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ അടിക്കും. ഇങ്ങനെ ഇവിടെ ഇതുണ്ട്. അപ്പം ഫോട്ടോ എടുക്കാൻ ആളൊക്കെ സെറ്റപ്പ് ഉണ്ട്. മൈക്ക് ചാർജ് ചെയ്തിട്ടില്ല, മൈക്കൊക്കെ മേടിച്ച് വെച്ചിട്ട് ചാർജ് ആയിട്ടില്ല, അപ്പം അത് തന്നെ എടുത്തില്ല. അപ്പം ഇത് സ്റ്റിക്ക് മേടിച്ചു. ഈ സ്റ്റിക്കിന് എത്രയായിരുന്നു തിരിച്ചി? സ്റ്റിക്കും പിന്നെ ഞങ്ങൾ റിംഗ് ലൈറ്റ് മേടിച്ചു, അതിന്റെ സ്റ്റാൻഡ് മേടിച്ചു. സ്റ്റിക്കും റിംഗ് ലൈറ്റും സ്റ്റാൻഡും എല്ലാം കൂടി ആയിട്ടാണ് നമുക്ക് 750 രൂപയോ? ഈ 3 സാധനം കൂടി 750 രൂപ. സ്റ്റിക്കും റിംഗ് ലൈറ്റും അതിന്റെ സ്റ്റാൻഡും കൂടി എല്ലാം മേടിച്ചതിന് 750 രൂപയായി. പേശി മേടിക്കുക കേട്ടോ. അവരാദ്യം എത്ര പറഞ്ഞ 1000-ഓ 2000-ഓ 1200-ഓ 1500 അങ്ങാണ്ട് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഇത്രയാക്കി. ഇത് മേടിച്ച് പിന്നെ ഞങ്ങൾ മേടിച്ചത് എനിക്ക് കൂളി ഗ്ലാസ് മേടിച്ച്. ഇതിൻ്റെ അത്ര ഇംഗ്ലൈറ്റ് കാണാൻ പറ്റില്ല കേട്ടോ. ദ്രിജിക്ക് മേടിച്ച്. ഇപ്പൊ 2 എണ്ണം മേടിച്ച്. ഇപ്പൊ 2 ഇത് മേടിച്ച്. ഇതിന് 100 രൂപ, ഇതിന് 100 രൂപ. ഇതിന് ആദ്യം അവര് പറഞ്ഞത് 500. നിന്റെ പറഞ്ഞത് എന്താ പറഞ്ഞ? 500 ആദ്യത്തേന്. ആദ്യം ദ്രിജിയോട് 500 പറഞ്ഞേ. അപ്പൊ ഇത് 100 രൂപയ്ക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇതിനേക്കാൾ ഭംഗിയുണ്ട് ഇത്. എന്നിട്ട് പിന്നെ ഞങ്ങള് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതിന് 100 രൂപ ഉള്ളൂ, അത് കാരണം അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വന്നാൽ 100 രൂപ മതി, ഇന്ന് നന്നായി പേശിയ മതി. 2 കുളി ഗ്ലാസ് മേടിച്ച് 100-ന്റെ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. പിന്നെ ഞാൻ ഈ സാധനം മേടിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഞാൻ ഒത്തിരി നാളായിട്ട് അന്വേഷിച്ചെടുക്കുന്ന സാധനമാണ്. ഈ സാധനം നമ്മുടെ നാട്ടിൽ കിട്ടൂട്ടോ, ഇതല്ല അന്വേഷിച്ചിരുന്നത്. ഇത് ഞാൻ മേടിച്ച് എന്നുവെച്ചാൽ കുട്ടിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ലൈറ്റില്ലേ ഇത് മേടിച്ചു. ഇത് എത്രയാ 50 മീറ്ററോ എത്രയോ ഉണ്ട്. ഇതിന് 400 രൂപ ഇത്ര ഒരു സെറ്റ് മേടിച്ചതിന്. അന്വേഷിച്ചിരുന്ന സാധനം ഇതല്ല, റേറ്റ് കുറഞ്ഞ അവിടെ കിട്ടി. പക്ഷെ അന്വേഷിച്ചിരുന്ന സാധനം ഇതാണ്. എന്നുവെച്ചാൽ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ നോക്കും,
എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണമെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ 2 മേടിച്ച്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ഈ കാശ് കൊടുത്ത് 10,000 രൂപ കൊടുത്ത് 8,000 രൂപ കൊടുത്ത് നമുക്ക് എൻ്റെ കല്യാണത്തിന് 8 രൂപയായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തതിന്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടവിട്ട് നമുക്ക് എലിമിനേഷൻ ബൾബ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. 1-ന് 50 രൂപ. അപ്പോൾ 2 മേടിച്ച്. പിന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയായിരിക്കും ഇതിൻ്റെ ഒക്കെ ഒരു കലാപരിപാടികളായിട്ട് ചെവി മൂളണം ആയിരിക്കും. അങ്ങനെ ഇത് 2 മേടിച്ച് ഞാൻ. 50 ഇതിന് 100 രൂപയുള്ളൂ. അവിടെ നല്ല റേറ്റ് കുറവല്ലേ. ഇത് അങ്ങനെ മേടിച്ചു. ഇതൊക്കെ ഇനി മാർച്ച് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാനുള്ളൂ. അങ്ങനെ ഈ സാധനം മേടിച്ച്. ഇതുപോലെ വരും. ഇതുപോലെയല്ല ഞാൻ മേടിച്ചത് ഗോൾഡ് കളറാട്ടോ, മഞ്ഞ കളർ മേടിച്ചേ. അങ്ങനെ ഇത് മേടിച്ച്. പിന്നെ ഞാൻ ഈ ഒരു ബോക്സ് വാങ്ങി. ഈ ബോക്സിൻ്റെ കൂടെ ഈ ബോക്സ് ഉണ്ട്. 2 ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് കിട്ടുന്നതാണ്. 2 ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ വെക്കാൻ പറ്റുന്ന നല്ല ഇതാട്ടോ. ഇത് 2 ഞാൻ മേടിച്ച്. 2 കൂടി ഇട്ടാണ് 100 രൂപ. ഇത് ഞാൻ എൻ്റെ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കണേ കേട്ടോ. ചെറിയത് ഞാൻ അതിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. ബാക്കി സാധനങ്ങൾ ഞാൻ അതിലിട്ട് വെച്ചു. ഈ 2 കൂടി 100 രൂപ. അങ്ങനെ ഇത് പിന്നെ ഇതിൻ്റെ അതിനകത്ത് ഞാൻ അവിടുന്ന് മേടിച്ച സാധനങ്ങളെല്ലാം അല്ലാതെ പിന്നെ ഞാനിത് കുഞ്ഞുങ്ങൾക്ക് ഡിസ്കോ റബ്ബർ ബാൻഡ് മേടിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് ടീച്ചർ പിള്ളേർക്ക് ഡിസ്കോ റബ്ബർ ബാൻഡ്. പിന്നെ ഈ സാധനം ഞാൻ ഭോപ്പാലിൽ നിന്ന് മേടിച്ചതിന് അങ്ങാണ്ട് 30 രൂപ. ഞാൻ കണ്ടായി ചെറിയത് കുഞ്ഞത് മേടിച്ചതിന്. ഇത് ഇവിടുന്ന് മേടിച്ചതിന് 20 രൂപ വലിയത് മേടിച്ചതിന്. അപ്പം ഇതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു, മേടിച്ചു. ഇതങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ മൊത്തം കൈ കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പം ഒന്നും ചെയ്തിട്ടില്ല. ഇത് പിന്നെ അമ്മച്ചിക്ക് പേഴ്സ് ഇല്ല. അമ്മച്ചിക്ക് പേഴ്സ് വേണം. അപ്പം അമ്മയ്ക്കൊരു പേഴ്സ് വാങ്ങി. നല്ലതാട്ടോ. ബാക്കി ചിലതിൻ്റെ പേഴ്സൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ ചുമ്മാ ഇങ്ങനെ കളകൾ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പം മറ്റേ ആധാറിൻ്റെ പിന്നെ ഐഡൻറ്റി കാർഡ് അങ്ങനെ ഇട്ട് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അതിൽ. അപ്പം ഇതിൻ്റെ അകത്ത് അതുണ്ട്. അപ്പം ഇത് ഓർമ്മ മേടിച്ചു. അത് ഈ പേഴ്സ് 2 സൈഡിലുണ്ട് കേട്ടോ. അങ്ങനത്തെ 2 സൈഡിലുണ്ട്. പിന്നെ എന്നാ ഈ സംഭവം നല്ല പേഴ്സായിട്ട് നമുക്ക് ഫോണൊക്കെ വയ്ക്കാൻ പാകത്തിലായിട്ടുള്ള സെറ്റ്. ഇതിനും 100 രൂപ. അമ്മയ്ക്ക് പേഴ്സ് ഇല്ല എന്നുള്ള എൻ്റെ പരാതി മാറി. ഇതാണ് അമ്മയ്ക്ക് മേടിച്ച പേഴ്സ്. പിന്നെ ഞാൻ മേടിച്ചത് കമ്മല്. ഇങ്ങനത്തെ എൻ്റെ മേക്കാത് ഞാൻ കുത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു കമ്മല്. ഇതിന് 10 രൂപ ഒരു കമ്മല്. പിന്നെ ഈ കമ്മല് കാണണമെങ്കിൽ പാടായിരിക്കുമോ? കത്തി പിടിച്ചപ്പോൾ കാണാം. ഇത് ഒരു കമ്മല്. ഇതിന് 20 രൂപ. പിന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ പഴയ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കും. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഡൽഹിയിൽ മേടിച്ചാണ്. പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച ബനിയൻ മേടിച്ചു. ഇത് 3 ബനിയന് 150 രൂപ. അപ്പോൾ 2 ഞങ്ങൾ യൂസ് ചെയ്തു. പിന്നെ ഇത് ഓർമ്മ ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ 2 ഞങ്ങൾ ഉപയോഗിച്ചു. തണുപ്പ് തുടങ്ങിയപ്പോൾ എടുത്തായിരുന്നല്ലോ. 3 എണ്ണത്തിനായിട്ട് 150 രൂപ. പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ജാക്കറ്റ്. ഞാൻ ഇതിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇടുന്നില്ല, തണുപ്പ് കുറഞ്ഞു തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് ജാക്കറ്റ് ഉണ്ട്, അതാണ്. ഇതിന് 200 രൂപ ഉള്ളൂ. ഇത് ഇട്ടാണ് ഞാൻ പോകുന്നത്. ഇത് മേടിച്ചു. എല്ലാത്തിനും 200, 100, 50 ആ ഒരു റേറ്റാണ്. പിന്നെ ഒരു അമ്പലത്തിലും പോയി. അമ്പലം കേട്ടായിരുന്നു. അപ്പോൾ തൃച്ചിക്ക് അവിടെ വെച്ച് മേടിച്ച്. തൃച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഒരു പേന വേണമെന്ന്.
ഞാൻ ഒരു പേന മേടിച്ചു കൊടുത്തു. കണ്ടോ? അങ്ങനെ അവനൊരു പേനയും മേടിച്ച്. പേനയ്ക്ക് 130 130 150. അപ്പം അവനൊരു പേന മേടിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫോട്ടോ എടുത്തു. അത് അവസ്ഥ കാണിച്ചത്. പിന്നെ ദേ വാച്ച് മേടിച്ച്. ഈ വാച്ചിന് 100 രൂപ. വാച്ചുകൾക്ക് എല്ലാവർക്കും 100 രൂപ. എല്ലാത്തിനും ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ തെളിയും. സമയം കാണിക്കുക. കൈ ഇങ്ങനെ പിടിക്കണേ. സമയം നോക്കിയിട്ട് പറയാം. ഇത് എനിക്ക് മേടിച്ചത്. പിന്നെ ഒരു വാച്ച് ഇതാണ്. പിന്നെ ഒരു വാച്ച് ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് മേടിച്ചാണ്. ചേച്ചിക്ക് മേടിച്ചാട്ടോ ഈ കളറിൽ. പിന്നെ ഇത് ചേച്ചിയുടെ കുട്ടിക്ക് കുഞ്ഞൂസിന് മേടിച്ചത്. ഇത് കുഞ്ഞൂസിന്. അവർക്ക് ഓരോ കളറ്, ഇന്ന കളർ ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ട്. കുഞ്ഞൂസിന് സ്ട്രോബെറി, കുഞ്ഞൂസിന് ചോക്ലേറ്റ് ഇഷ്ടം. ചോക്ലേറ്റിൻ്റെ കളർ ഇഷ്ടം. അപ്പോൾ കുഞ്ഞൂസിന് ചോക്ലേറ്റിൻ്റെ കളർ എനിക്ക് കിട്ടിയില്ല. ഇത് ലൈറ്റ് ചോക്ലേറ്റ്, ഈ കളർ വരില്ലായിരിക്കും. അവൾക്ക് ഈ കളർ തന്നെ മേടിച്ചത്. ഇത് എൻ്റെ പുത്രന്. വാച്ചൊക്കെ അല്ലേ ചോദിക്കൊക്കെ കേട്ടാൽ സമയമൊക്കെ അറിയില്ലെങ്കിൽ. പിന്നെ ലൈറ്റ് തിളങ്ങണ ഞാൻ കണ്ടു, മേടിച്ചില്ല. അയ്യോ, അവൻ്റെ ഒരു ഇങ്ങനെ ലൈറ്റ് കളയും. ഇത് അവനും മേടിച്ചു. പിന്നെ ചേട്ടായുടെ വാച്ച് ചേട്ടായി കൈ കെട്ടിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. വേറൊരു വാച്ച് കൂടി മേടിച്ച്. ഇത് അപ്പൂസിനുള്ളതാണ്. ചേച്ചിയുടെ കുട്ടിക്ക്, ചേട്ടായുടെ ചേച്ചിയുടെ കുട്ടിക്ക് മേടിച്ചാണ്. അവന് മേടിച്ചാണ്. അവന് വാച്ച്. അപ്പം പിന്നെ ഞങ്ങൾ ഇത്ര സാധനങ്ങൾ ഞങ്ങൾ അവിടുന്ന് മേടിച്ചോളൂ. പിന്നെ പറഞ്ഞല്ലോ റിംഗ് ലൈറ്റ് മേടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് എന്ത് മേടിച്ചോ? പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോ അടിച്ചു തരാം. അവർ ഫ്രെയിം ചെയ്താണ് ഞങ്ങൾ ഫോട്ടോ മേടിച്ചത്. പിന്നെ ഞങ്ങൾ തിരക്കിട്ട് വന്നപ്പോൾ ഇതാണ് ഫോട്ടോ. കണ്ടോ? ഇത് ഞങ്ങൾ ഫ്രെയിം ചെയ്താൽ മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനല്ല പെട്ടിലാക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാടി ഓടി വന്നപ്പോൾ എൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് ചില്ലിങ്ങനെ പൊട്ടി ചെറിയതായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് ആ ചില്ലൊന്ന് മാറ്റിയിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുണ്ടോ മറ്റേ ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവിടെ കൊണ്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഇരുന്നു. 3-ാമത്തെ ദിവസം ഫോട്ടോ കാണാനില്ല. നോക്കി കഴിഞ്ഞപ്പോൾ താഴെ ചാടി ആ ചില്ല് പൊട്ടി. ഒരു ചെറിയ സ്ക്രാച്ച് ഇങ്ങനെ പൊട്ടി വീണത് മൊത്തത്തിൽ പൊട്ടി. അപ്പോൾ പിന്നെ ചേട്ടായി പറഞ്ഞു, ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഒട്ടിക്കാന്ന് പറഞ്ഞപ്പം പറഞ്ഞു വേണ്ട, നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് വെച്ചാൽ മതി, അതാ നല്ലത്, അല്ലാതെ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചില്ല. അപ്പം ഈ ഇത്ര സാധനമാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ദസറ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആകെ മൊത്തം പോയത് ഡൽഹിയിൽ ഞങ്ങൾ അത്യാവശ്യം സ്ഥലങ്ങൾ കറങ്ങി. പിന്നെ ഞങ്ങൾ അയ്യന മാർക്കറ്റ് അതൊക്കെ കറങ്ങി. പിന്നെ ഞങ്ങൾ ഈ സ്ഥലം അമ്പലത്തിലാണ് ഞങ്ങൾ പോയി. ഇത്ര സ്ഥലത്തെ പോയുള്ളൂ. പിന്നെ ഇന്ത്യ ഗേറ്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, വേറെ എവിടെയും പോയില്ല. പിന്നെ ഞങ്ങൾ
എന്താണ് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആണ് ഈ സ്ഥലത്ത്. ഈ അമ്പലത്തിൽ ഫ്രീ ആണ്. അപ്പോൾ നല്ല 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 രസം അവിടെ കാണാനൊക്കെ. അപ്പോൾ നമ്മൾ ചെന്ന് കയറി ചെക്കിങ് ഉണ്ട്. മൊബൈൽ നമുക്ക് മെയിൻ ഗേറ്റിൽ നിന്ന് മൊബൈൽ കയറ്റി പോവാം. അകത്ത് ചെല്ലുമ്പോൾ ചെക്കിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാഗ് സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടാണ് പോവാൻ. നമുക്ക് അകത്തേക്ക് ഫോണ്, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, ഹെഡ്സെറ്റ്, അങ്ങനെ ബ്ലൂടൂത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല. ആകെ നമുക്ക് കയറാം, അങ്ങനെ നമ്മൾ മാത്രം കയറാവൂ. പിന്നെ അകത്ത് കയറ്റാവുന്ന കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ നിപ്പിൾ കുപ്പി, ഫുഡ്, അവരുടെ ഫുഡ് അത്രേ കയറ്റാവും. വേറെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ ചുമ്മാ അവിടെ ഡ്രസ്സ് നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം. പിന്നെ ഏത് ഡ്രസ്സിനും ഒരു ഇതുണ്ടാവണം. അതിൽ കൂടുതൽ മോശമായി കണ്ട് അവർ കയറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഫുൾ ക്യാമറയാണ് നമുക്ക്. പിന്നെ പേഴ്സ് നമുക്ക് കയറ്റണമെങ്കിൽ നമുക്ക് അതിനകത്ത് പൈസ മാത്രമേ പാടുള്ളൂ, വേറൊരു സാധനങ്ങളും പാടില്ല. പിന്നെ നമ്മൾ പൈസ ഇല്ലെങ്കിൽ ATM കാർഡ് കൊണ്ട് കയറാൻ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ATM ഉണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് കൊണ്ട് കയറി അതിനകത്ത് നിന്ന് പൈസ എടുക്കാം. അല്ലാതെ നമുക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറ്റില്ല. നമുക്കിപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ അതൊന്നും കയറ്റില്ല. അതൊക്കെ അവർ വേസ്റ്റ് ഹോട്ടലിൽ ഇടിപ്പിക്കും. അപ്പോൾ വെറുതെ നമ്മൾ മാത്രമായിട്ട് കയറുക. പിന്നെ ഫോണൊക്കെ അവിടെ പുറത്ത് വെക്കണമല്ലോ, നമ്മൾ പേഴ്സും മാത്രം. പിന്നെ അകത്തേലും നമുക്ക് ഒത്തിരി മേടിക്കാനുണ്ടാവും. മേടിക്കാന്ന് വെച്ചാൽ അമ്പലത്തിൽ ഇതുള്ള ഫോട്ടോസ്, പിന്നെ അതിനെക്കുറിച്ച് അറിയാനുള്ള ഇത്, പിന്നെ എന്താണ് അവിടുത്തെ വീഡിയോസ് കാണാനുണ്ടാവും. 3 മണിക്കൂർ വീഡിയോസ് കാണാനുണ്ടാവും, അതിനുള്ള പൈസ അങ്ങനെയൊക്കെ. പിന്നെ ചെറിയ ഫ്രെയിമിന് 90 രൂപ, കൂടിയതിന് ഇതിനങ്ങോട്ട് 170-160 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല അത്യാവശ്യം നല്ലതായിട്ടാണ് കിട്ടിയത്. പിന്നെന്താണ്, പിന്നെ ഒത്തിരി ബുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ പാർക്കുണ്ട്, ഒത്തിരി കാണാനുണ്ട്. അതിനകത്ത് ഒത്തിരി വെച്ചാൽ ദേവങ്ങൾ ഒരുക്കി വെച്ചേക്കണാണ്. കൃഷ്ണനെ ആണെങ്കിലും രാധേനെ ആണെങ്കിലും ശിവനെ പാർവതീനെയും ദേവങ്ങളുടെ പേരൊന്നും അങ്ങനെ അറിയില്ല, വിഷ്ണു, രുക്മണി, കുറച്ച് ദേവങ്ങൾ, ഹിന്ദുസിൻ്റെ കുറച്ച് ദേവങ്ങളും, പിന്നെ ഇതിൻ്റെ ഇത് സ്വാമിനാരായണൻ പുള്ളീനെ അങ്ങനത്തെ ദൈവങ്ങളെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അമ്പലം. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കി നിർത്തി വെച്ചാൽ എന്നാ ഒരു ഭംഗിയിൽ വെച്ചേക്കണം എന്ന് പറയാം. രാധേനൊക്കെ കണ്ടതിന് നമുക്ക് കണ്ടെടുക്കാൻ തോന്നില്ല. ഞങ്ങൾക്ക് ഒത്തിരി നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അണിയിച്ചൊരുക്കി കണ്ണും കാളും ഒരു പ്രത്യേക ഒരു ഭംഗി. അതിലേക്ക് ഇങ്ങനെ നോക്കി നമ്മളിരിക്കും, എന്നാ ഒരു ഭംഗിയില്ല, നല്ല ഭംഗിക്കാണ്. ഞാൻ ഇങ്ങനെ ഒത്തിരി നേരം നോക്കിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അടുത്ത് ഓരോ കുത്തുപടികളാണെങ്കിലും പിന്നെ അവരുടെ സംവിധാനം ഉപയോഗിച്ച ചെരുപ്പ്, കമ്മൽ, ഡ്രസ്സ്, ഫുഡ് കഴിച്ച പാത്രം, നഖം, അതൊക്കെ അവരിങ്ങനെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് കാണാൻ. പിന്നെ ആനയുടെ ഒത്തിരി ഉണ്ട്. ഒത്തിരി നമ്മൾ ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടതൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിനിമയില്ലേ, ഏതാണ്, ബാഹുബലിയിൽ ആ കൊട്ടാരൊക്കെ അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ പണികൾ അതുപോലത്തെ ഒരു ബാഹുബലിയിൽ ആ ഒരു ഇത് കാണുന്ന പോലെ ശരിക്കും നമുക്ക് ആ ബിൽഡിങ്, ആ ഒരു സംഭവം, കൊട്ടാരം, എന്താ പറയുക, അതുപോലത്തെ ഒരു സംഭവം അടിപൊളിയാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഇപ്പോൾ ഒരാളൊരു പ്രജകൾ വന്നിരിക്കണമെങ്കിലും അവിടുത്തെ കുളങ്ങളാണെങ്കിലും ഒത്തിരി 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 ഉണ്ടാവുമല്ലോ, ഒത്തിരി രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ. ഇപ്പം ഞങ്ങൾ ഇത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് ആകെ മേടിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ, കൂൾ ഗ്ലാസ്, പേന്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ദ്രിജിത്തിന് തലവേദനയായിട്ട് അത് അവനില്ലാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പരമാവധി ഓരോ വീഡിയോസ് ഇനിയാണെങ്കിലും ഇട്ട് വരാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇത് രാത്രി എടുത്തോണ്ടോ ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.